ഉണ്ണികൃഷ്ണൻ പോറ്റി പല ഘട്ടങ്ങളിലും കൃത്യമായ വിവരങ്ങളൊന്നും നൽകിയിരുന്നില്ല. പക്ഷെ അതിന്റെ ഒരു സമയത്ത് നമ്മൾ ഉയർന്നു കേട്ട ഒരു പേരാണ് കൽപേഷ്. കൽപേഷിന് ഈ സ്വർണം നൽകി എന്നുള്ളതായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറഞ്ഞത്. പക്ഷെ അത് ആരാണ്, എന്താണ് എന്നതിലൊന്നും ഒരു വ്യക്തത വന്നിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് കൽപേഷ് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല, അങ്ങനെ ഒരാളുണ്ട് എന്നതിലൊരു വ്യക്തത വന്നിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമെന്ന് പറഞ്ഞത് തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നഷ്ടമായ സ്വർണം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കൽപേഷിന് നൽകിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൽപേഷ് എന്നത് ആരാണ് എന്നത് ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിന് ഒരു വ്യക്തത വന്നിട്ടുണ്ടാകുമല്ലോ അല്ലേ? ഹിമാൽ തന്നെയാണ് നമ്മളോട് ഇപ്പോൾ അനന്തകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അനന്തകൃഷ്ണൻ, ഈ കൽപേഷ് എന്ന് പറയുന്ന ഒരു പേര്, അത് ഇത്രയും നാൾ ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമായിരുന്നു. അപ്പോൾ ഈ കൽപേഷ് ആരാണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ഉത്തരം ലഭിച്ചിട്ടുണ്ടോ? കൽപേഷ്, നാഗേഷ്, ഈ രണ്ടു പേരിലാണ് ദേവസ്വം വിജിലൻസ് എത്തി നിന്നത്. ഇത് ആരാണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ദുരൂഹതകൾ ഒഴിയും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുവിധം കാര്യങ്ങൾക്കെല്ലാം ഈ SITക്ക് ഉത്തരം കിട്ടി എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കൽപേഷിനെ സംബന്ധിച്ച് ചില സൂചനകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുകയും ചെയ്യും. കാരണം ഈ പങ്കജ് ഭണ്ഡാരിയുടെ പങ്കജ് ഭണ്ഡാരി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു. ആദ്യം അതിന് വഴങ്ങിയില്ല ദേവസ്വം വിജിലൻസിന്റെ മൊഴിയെടുപ്പിന്. പിന്നീട് ഏറ്റവും ഒടുവിൽ ഈ റിപ്പോർട്ട് നൽകുന്നതിന് തൊട്ട് മുൻപാണ് ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് ഈ ദേവസ്വം വിജിലൻസ് നൽകുന്നതിന് തൊട്ട് തലേ ദിവസമാണ് പങ്കജ് ഭണ്ഡാരി ഇവിടേക്ക് വന്നത്, തിരുവനന്തപുരത്തേക്ക് വന്നത്. അയാളുടെ മൊഴിയിലാണ് ഈ പേരുള്ളത്, ഈ കൽപേഷ് എന്നുള്ള പേരുള്ളത്. അയാൾ പറയുന്നത് ഈ സ്വർണം പൂശിയ ശേഷം ഈ തകിടുകൾ കൽപേഷിന്, ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ട് കൽപേഷിന് നൽകി എന്നുള്ളതാണ്. ഈ കൽപേഷ് ആരാണ് എന്നുള്ളതാണ്, പിന്നീട് കൽപേഷ് എന്ത് ചെയ്തു എന്നൊക്കെയുള്ളതാണ് പിന്നീടുള്ള ദുരൂഹതകൾ. പക്ഷേ ഈ ദേവസ്വം വിജിലൻസിന്റെ ഫൈനൽ റിപ്പോർട്ടിൽ അവർ പറയുന്നത്, അവർ അങ്ങനെ ഒരു കൽപേഷിന്റെ പേര് അതിൽ പറയുന്നില്ല. പക്ഷേ അവർ പറഞ്ഞത് ഈ സ്വർണം പൊതിഞ്ഞ ശേഷം ഈ പാളികൾ നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ജയറാമന്റെ വീട്ടിൽ പോയി പൂജ നടത്തുകയും അതിനുശേഷം അവിടെ നിന്ന് ബാംഗ്ലൂരിലും ബെല്ലാരിയിലും പൂജ നടത്തി, പിന്നീട് കോട്ടയത്ത് പൂജ നടത്തി, അതിനുശേഷമാണ് സന്നിധാനത്തേക്ക് കൊണ്ടുപോയതെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തെ കൽപേഷിന്റെ റോൾ എന്താണ്, നാഗേഷിന്റെ റോൾ എന്താണ്? നാഗേഷിന്റെ റോൾ കൃത്യമാണ്. നാഗേഷിന് ഈ യഥാർത്ഥ പാളികൾ എന്ത് സംഭവിച്ചു എന്നറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ നാഗേഷിന്റെ പക്കലാണ് 2019 ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് ഈ പാളികൾ കൊണ്ടുപോയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ അനന്ത സുബ്രഹ്മണ്യം കൈമാറുന്നത്. അത് ഹൈദരാബാദിലെത്തിയാണ് കൈമാറുന്നത്. അപ്പോൾ ഹൈദരാബാദിൽ നാഗേഷ് എന്ന് പറയുന്ന ആളുടെ കൈവശമായിരുന്നു 39 ദിവസം ഈ പാളികൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നാഗേഷ് ആണ് ഈ പാളികളുമായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോകുന്നത്. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത് വരെ ഈ 39 ദിവസം ഈ പാളികൾ എന്ത് ചെയ്യുകയാണോ, അതായത് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ യഥാർത്ഥ പാളികൾ, തങ്കപ്പാളികൾ, ആ തങ്കപ്പാളികൾക്ക് ഹൈദരാബാദിൽ വെച്ച് ഈ 39 ദിവസത്തിനകം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം. അതറിയാവുന്ന ഒരേ ഒരാൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാൾ നാഗേഷാണ്. അപ്പോൾ അന്വേഷണ സംഘം സംശയിച്ചിരുന്നത്, ദേവസ്വം വിജിലൻസ് സംശയിച്ചിരുന്നത്, ഈ 39 ദിവസം കൊണ്ട് യഥാർത്ഥ പാളിയുടെ ഒരു കോപ്പി അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അതൊരു ചെമ്പ് പ്ലേറ്റ് ആക്കി മാറ്റുകയും ചെയ്തു. അതിനുശേഷം ആ പുതിയ ചെമ്പ് പ്ലേറ്റ് ആണ് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നൈയിൽ എത്തിച്ചതെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ തങ്കപ്പാളികൾക്ക് ഒന്നുകിൽ അവിടെ അത് ഉരുക്കി, ഹൈദരാബാദിൽ വെച്ച് അത് ഉരുക്കി സ്വർണം വേർപെടുത്തി എടുത്ത് അത് സ്വന്തമാക്കി കാണാം. അതല്ലെങ്കിൽ ഇത് ഭക്തിയുടെ മാർക്കറ്റിൽ വിറ്റിരിക്കാം എന്നുള്ളൊരു നിഗമനമായിരുന്നു. അതിനെല്ലാം ഉത്തരം അറിയാവുന്ന ഒരാളാണ് ഈ തിരുവനന്തപുരം ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിനുള്ളിൽ ഇരിക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ കഥയിലെ പ്രധാന വില്ലനാണ്. യഥാർത്ഥ വില്ലൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോഴും അറിയില്ല. നമ്മളുടെ മുന്നിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ആണ് ഇപ്പോൾ യഥാർത്ഥ വില്ലനായി ഉള്ളത്. അതല്ലെങ്കിൽ ഈ ഒരു വലിയ ഒരു സ്വർണ്ണക്കൊള്ളയുടെ മുഴുവൻ കോർഡിനേറ്ററായി നമ്മളുടെ മുന്നിലുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുകളിൽ ചില ശക്തികളുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെ ടൂളായി സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിൽ ലക്ഷ്യമിട്ട് വട്ടമിട്ട് പറന്ന ഒരു പരുന്താണോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത്? ആ പരുന്തിനെ നിയന്ത്രിച്ചിരുന്ന ശക്തികൾ, അതിനെ റിമോട്ട് കൺട്രോൾ കൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അദൃശ്യ ശക്തികളുണ്ടോ എന്നൊക്കെയുള്ള കാര്യം ഈ കെട്ടിടത്തിനുള്ളിൽ ഉള്ള SITയുടെ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചോ, അതല്ലെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയോ എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ വളരെ ദുരൂഹം എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്നുള്ള ഒരു ചടുലമായ നീക്കം ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം വളരെ പെട്ടെന്നാണ്, ഉച്ചയോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള ഒരു
വിവരം പരക്കുന്നത്. പക്ഷേ മണിക്കൂറുകളോളം ഇയാൾ എവിടെയായിരുന്നു, അന്വേഷണ സംഘം എവിടെയാണ് ഇയാളെ കൊണ്ടുപോയതെന്നുള്ള കാര്യം വ്യക്തമായിരുന്നില്ല. അതിനുശേഷം വൈകുന്നേരത്തോടെയാണ് ഈഞ്ചക്കലിലെ ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അയാളെ കൊണ്ടുവന്നു, ഇവിടെയാണ് ചോദ്യം ചെയ്യൽ എന്നൊക്കെയുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്ത് അറിയുന്നത്. ഏതായാലും ആ ഒരു മണിക്കൂറുകൾ അത് നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അന്വേഷണ സംഘത്തിലെ പല ഉദ്യോഗസ്ഥരും വേർപിരിഞ്ഞ് അവർ പല സംസ്ഥാനങ്ങളിൽ, അതായത് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ആയിട്ട് അന്വേഷണം നടത്തുകയായിരുന്നു. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി പരിശോധന നടത്തി. അതുകൂടാതെ ചില ജുവലറികളിലുമൊക്കെ പരിശോധന നടത്തി. അപ്പോൾ അവർ കൃത്യമായ ഒരു ലീഡ് അവർക്ക് ഈ പല പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. കൃത്യമായ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ എടുത്ത ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേർക്ക് അന്വേഷണ സംഘം ചെന്നിരിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെറുതെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ കൊണ്ടുപോയാൽ അയാൾക്ക് വേണ്ടി പ്രഗത്ഭരായ അഭിഭാഷകർ കോടതിയിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് അറിയാം. എവിടെയെങ്കിലും ഒരു ചെറിയ പാളിച്ചയുണ്ടെങ്കിൽ ആ ലൂപ്പ് ഹോൾ പിടിച്ചുകൊണ്ട് അയാൾ ജാമ്യം നേടിപ്പോയാൽ ഇതൊരു വലിയ കേസാണ്. ശബരിമല അയ്യപ്പ ഭക്തരൊക്കെ അസ്വസ്ഥരാകുന്ന, അല്ലെങ്കിൽ അത്തരമൊരു വീഴ്ച ഉണ്ടായാൽ അത് അസ്വസ്ഥരാകുന്ന ഒരു കേസാണ്. അതുകൊണ്ട് വളരെ കരുതലോടെയാണ് അന്വേഷണ സംഘം നീങ്ങിയത്. അവർ ഏതാണ്ട് ഒരാഴ്ച സമയം കോടതിയുടെ നിശ്ചയിച്ച അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തെ തീരുമാനിച്ച ശേഷം ചടുലമായി അവർ ഈ ദേവസ്വം വിജിലൻസിൽ നിന്ന് വിവരങ്ങളൊക്കെ എടുത്ത ശേഷം പെട്ടെന്ന് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി, അല്ലെങ്കിൽ മെഡിക്കൽ പരിശോധന അടക്കം നടത്തി ഇപ്പോൾ പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. കോടതിക്ക് മുൻപാകെ ഹാജരാകുമ്പോൾ, റാന്നി കോടതിയിൽ എത്തിക്കുമ്പോൾ എന്തിനാണ് ഞങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്തത്, ഈ കേസുമായി ഇയാളുടെ എന്താണ് ബന്ധം, ഇയാളിൽ ഇപ്പോൾ ഈ അന്വേഷണത്തിൽ എഫ്ഐആറിൽ നിന്ന് എത്ര ദൂരം അന്വേഷണ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ സഞ്ചരിച്ചു എന്നറിയാം അവിടെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ. പക്ഷേ അതൊക്കെ അതിലെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളൊക്കെ പുറത്തു വരുമോ എന്നുള്ള കാര്യം ഇനി വരുന്ന മണിക്കൂറിൽ അറിയാൻ പറ്റൂ. കാരണം ഹൈക്കോടതി അതീവ രഹസ്യമായി അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ എഫ്ഐആറിലെ വിവരങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അതിലെ പൂർണ്ണമായ കാര്യങ്ങൾ അല്ലെങ്കിൽ എഫ്ഐആറിന്റെ പകർപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു കേസായി, അത്രയും രഹസ്യ സ്വഭാവമുള്ള ഒരു കേസായി അന്വേഷണ സംഘം കൊണ്ടുപോവുകയാണ്. ഒരു വിവരം പോലും ഇതുവരെയും അന്വേഷണ സംഘം ഈ പുറത്തുവിട്ടിട്ടില്ല. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ എന്താണ് അവർ കണ്ടെത്തിയിരിക്കുന്നതെന്ന് നമുക്കിപ്പോഴും അറിയില്ല. പക്ഷേ ഒരു രണ്ടുത്തരമാണ് കേരളം തേടുന്നത്, അയ്യപ്പ ഭക്തർ തേടുന്നത്. അത് 2019 എടുത്തുകൊണ്ടുപോയ യഥാർത്ഥ തങ്കപ്പാളി അത് ഉരുക്കി ഗോൾഡാക്കിയോ മാറ്റി സ്വന്തമാക്കി വിറ്റ് കാശാക്കിയോ, അതല്ല യഥാർത്ഥ തങ്കപ്പാളി ഇപ്പോഴും അത് അതേ തനി സ്വരൂപത്തിൽ ഇരിക്കുന്നുണ്ടോ, അത് ആരുടെ പക്കലാണ്, ഏത് കോടീശ്വരന്റെ പക്കലാണ്, ഏത് ഭക്തിയുടെ മാർക്കറ്റിലാണ്, ആർക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉരുക്കി അത് ഗോൾഡാക്കി മാറ്റിയിട്ടുണ്ടോ, സ്വർണ്ണമാക്കി മാറ്റി പക്കൽ വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ സ്വർണ്ണപ്പാളി അതുപോലെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു വ്യക്തത വരേണ്ടത്.